ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ ദിവസത്തെ എഫേർട്ടിന്റെ ഫലമായിട്ട് ഒട്ടും പെർഫെക്റ്റ് അല്ലാത്ത ഒരു റൂം മേക്ക് ഓവർ ആണ്. റൂം മേക്ക് ഓവർ എന്ന് പറയാൻ പറ്റില്ല, ഒരു ചെറിയൊരു റൂം മേക്ക് ഓവർ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്തത്, അതിനകത്ത് ഞാൻ വരുത്തിയ മണ്ടത്തരങ്ങൾ എന്തൊക്കെയാണ്, എന്തൊക്കെ ആലോചിച്ചും കണ്ടു ഇത് ഈ ഒരു റൂം മേക്ക് ഓവർ ചെയ്യാൻ പോകുമ്പം നമ്മൾ ആലോചിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഈ ചെയ്യാൻ ഇപ്പോ ആഗ്രഹമുള്ള ആൾക്കാരുണ്ടാവും. അപ്പം അവരറിയേണ്ട കുറച്ച് കാര്യങ്ങളൂടെ ഞാൻ ഈ വീഡിയോ പറയുന്നുണ്ട്. സോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. പക്ഷെ നിങ്ങൾക്ക് ഇപ്പൊ മോള് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും. ഇപ്പോഴത്തെ ഈ ഒരു മോള് ഇതായിരുന്നില്ല നേരത്തെ. ഈ ഒരു ഭിത്തി നിറച്ച് ഞാൻ ആദ്യം ഇതൊരു കംപ്ലീറ്റ്ലി വൈറ്റ് ആയിട്ടുള്ള ഒരു പെയിന്റ് അടിച്ചേക്കുമായിരുന്നു. പക്ഷെ പ്രശ്നം എവിടെ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആദ്യം മറ്റേ നമ്മുടെ ഇങ്ങനെ ഈ ചെറിയ ചെറിയ സ്ക്വയർ പീസിലുള്ള സംഭവം നമ്മൾ ഒട്ടിക്കുമല്ലോ, അങ്ങനെ മീഷോന്ന് കുറച്ച് സ്ക്വയർ പീസ് അങ്ങനെ സംഭവങ്ങൾ വാങ്ങിച്ചിട്ട് ഞാൻ ആദ്യം ഭിത്തിയിൽ ഒട്ടിച്ചിട്ട് അത് ഈ ഭിത്തിയുടെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പെയിന്റ് അടിക്കുന്നതിന് മുന്നേ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ടില് പച്ച പെയിന്റ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പൊ ഈ പച്ച പെയിന്റിന്റെ മുകളിൽ വേറൊരു വെള്ള പെയിന്റ് അടിച്ചപ്പോ നമുക്ക് എന്തെങ്കിലും ഒരു സാധനം ഒട്ടിച്ചാൽ പിന്നെ അത് പറിച്ചെടുത്ത് കഴിഞ്ഞാൽ ആ പെയിന്റിങ് ഇളകിപ്പോരും. അതാണ് ഇതിന്റെ പ്രത്യേകത. അപ്പൊ അങ്ങനെ കുറച്ച് അവിടെ ഇവിടെയൊക്കെ ഹോൾസ് പോലെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ എന്താ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോ കുറെ നാളായി ഞാൻ വീഡിയോസ് ഒക്കെ എന്റെ വീഡിയോസ് സ്ഥിരം കാണുന്നവരാണെങ്കിൽ അറിയാൻ പറ്റും. ഒന്നെങ്കിൽ ഞാൻ പുറത്തു നിന്നായിരിക്കും വീഡിയോ എടുക്കുന്നത്. മിക്കവാറും വീഡിയോസ് എല്ലാം പുറത്തു നിന്നായിരിക്കും. കാരണം ഇതിന്റെ അകത്ത് ഭയങ്കര ചൂടാണ്. നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ടാവും. ഇതിപ്പോ ഞാൻ ഇങ്ങനെ പറഞ്ഞില്ലെങ്കിൽ എനിക്ക് മൈക്ക് ഇല്ലാത്തതുകൊണ്ട് ഡിസ്റ്റർബൻസ് വരും. റീസെന്റ് ആയിട്ട് എന്റെ ഫ്രണ്ട്സ് ഒക്കെ പറഞ്ഞു വീഡിയോയ്ക്ക് സൗണ്ട് കുറവാന്ന്. ഇപ്പൊ സൗണ്ട് ഉണ്ടോന്നറിയില്ല. ഞാൻ അതുകൊണ്ട് നല്ല മാക്സിമം ഒച്ച എടുത്തിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. അങ്ങനെ ഉള്ളത് കൊണ്ട് ഈ സൗകര്യക്കുറവുള്ളതുകൊണ്ടാണ് ഞാൻ പുറത്ത് വീഡിയോ എടുക്കുന്നത്. പിന്നെ ഇതിൽ വരുന്ന പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ ഈ വീട് 2018 വെള്ളപ്പൊക്കം ഉണ്ടായിരുന്നല്ലോ. വെള്ളപ്പൊക്കം ഉണ്ടായിരുന്ന സമയത്ത് ഈ ലെവല് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ ഈ ലെവല് ഈ ഇവിടെ ഒരു സ്ലാബ് പോലെ ഉണ്ട്. ആ സ്ലാബ് വരെ വീട് മുങ്ങിപ്പോയായിരുന്നു. അപ്പം കുറച്ച് ഈ വെള്ളം പൊങ്ങിക്കിടക്കുന്ന അത്രയും ദിവസം ഈ വീട് വെള്ളത്തിന്റെ അകത്ത് മുങ്ങിക്കിടക്കുമായിരുന്നു. അപ്പൊ അത് കാരണം ഭിത്തിയിലൊക്കെ ഇങ്ങനെ ഈ ചെളിവെള്ളമല്ല ഇങ്ങനെ കിടക്കുന്നത്. അത് കാരണം ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ട് വരുമായിരുന്നു. അപ്പൊ പെയിന്റ് അടിച്ചതിന് ശേഷം പിന്നീട് ഒരു മഴ വന്നപ്പോ ഈ സൈഡിലൊക്കെ ഓൾറെഡി ഒരു ഈർപ്പം ഇങ്ങനെ വരും മഴക്കാലം ആവുമ്പോ. അപ്പൊ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ ഫുൾ ഈ ബാക്ക്ഗ്രൗണ്ടിൽ മുങ്ങിക്കിടന്നതിന്റെ ആയിരിക്കണം ഈ ചെളി ഉണ്ടാവുമല്ലോ ഈ ഭിത്തിയുടെ അകത്തൊക്കെ. ഈ പെയിന്റ് വൈറ്റ് ആണെങ്കിലും ഈ ഒരു വെള്ളത്തിന്റെ ഈ കണ്ടന്റ് വന്നപ്പോഴത്തേക്കും ഇവിടെ ഫുള്ള് ചെളി ഇങ്ങനെ പടർന്ന് ഈർപ്പം കൂടെ വന്ന് ഭയങ്കര വൃത്തികേടായി. അപ്പൊ വീഡിയോ എടുക്കുമ്പോഴത്തേക്കും ഒന്നുകിൽ ഞാൻ ഈ ഒരു ആംഗിളിൽ ഇങ്ങോട്ട് തിരിഞ്ഞിരിക്കും, അല്ലെങ്കിൽ ഇത് ബാക്ക്ഗ്രൗണ്ട് വരുന്ന രീതിയിൽ ഞാൻ ഇവിടെ സ്ക്വയർ പീസസ് ഒട്ടിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് എന്റെ പഴയ വീഡിയോസ് സ്ഥിരം കാണുന്നവർക്കാണ് മനസ്സിലാവും. ഇവിടെ കുറെ കളർഫുൾ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഞാൻ പൊളിച്ചു മാറ്റുന്നതൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റും. ഞാൻ തുടക്കം തൊട്ട് അവസാനം വരെ ഇല്ല, ഒരു ഓൾമോസ്റ്റ് ഒരു 80% ഇതിൽ ഞാൻ പണിയെടുക്കുന്നത് ആ ഒരു എഫേർട്ടിൽ തന്നെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്. ഇതിലെനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് പ്ലാൻ ചെയ്ത് ചെയ്യണം. എനിക്ക് വേറെ പറഞ്ഞു തരാനോ ഒന്നും ആളില്ലായിരുന്നു. പിന്നാണെങ്കിൽ ഞാൻ പെട്ടെന്ന് ചെയ്തതാണ്. കാരണം ഓൺലൈനിൽ നിന്ന് ഈ സാധനം വാങ്ങി ഈ ബാക്ക്ഗ്രൗണ്ടിൽ ഒട്ടിച്ചേക്കുന്ന വാൾ പേപ്പർ ഇല്ലേ, അത് ഓൺലൈനിൽ നിന്ന് വാങ്ങുവാണെങ്കിൽ കുറച്ച് ടൈം എടുക്കും. ഏത് സൈറ്റിൽ നിന്നാണെങ്കിലും ഒരു 1 വീക്ക് അല്ലെങ്കിൽ 3-4 ദിവസം എടുക്കും. ഒരെണ്ണം വാങ്ങിച്ചിട്ട് രണ്ടാമത്തെ വാങ്ങിച്ച് മൂന്നാമത്തെ വാങ്ങിച്ച് അങ്ങനെ മേടിക്കുന്നതിനേക്കാളും നല്ലത് വോളിന്റെ നമ്മൾ ലെങ്ത്തും വിട്ടും ഒക്കെ എടുത്തിട്ട് എന്തോരം വേണം എന്നുള്ളൊരു ഐഡിയ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഞാൻ എടുത്ത സൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഞാൻ ഇവിടെ കൊടുത്തേക്കാം 70 സെന്റിമീറ്റർ ഇൻറ്റു 70 ആണോന്ന് അറിയില്ല. ഞാൻ ജസ്റ്റ് ഇവിടെ കൊടുത്തേക്കാം. ആ ഒരു സൈസിലാണ് ഫസ്റ്റ് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിക്കുന്നത്. ഞാൻ കണക്കൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, കാണിച്ചു തരാം. അപ്പൊ ആമസോണിൽ ഒരു ഷീറ്റിന് 99 രൂപയാണ്. അപ്പൊ ഈ 99 രൂപയുടെ 4 ഷീറ്റ് ഞാൻ വാങ്ങിച്ചത്. അപ്പൊ ആദ്യം 401 രൂപയായി ഫസ്റ്റത്തെ സെറ്റ്. ആ സെറ്റ് വെച്ചിട്ട് ഞാനിങ്ങനെ കുറച്ച് ചെയ്തു. ഈ സൈഡിലാണ് ചെയ്യുന്നത്. എൻ്റെ പൊന്ന് കേസ്, ആൾക്കാരൊക്കെ ഈസി ആയിട്ട് ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. പക്ഷെ എൻ്റെ കൈ നിങ്ങൾക്ക് കാണാൻ പറ്റില്ലേ, ഇത് ഫുള്ള് കൈ കയറി ഒട്ടിപ്പിടിക്കുക.
ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇത് തമ്മിൽ കൂട്ടി ഒട്ടിപ്പോകും. കാരണം ഭയങ്കര ചാൻസാണ് ഇത് 4 എണ്ണമൊക്കെ ഒരു പാക്കറ്റിൽ വരുള്ളൂ. ഇതിങ്ങനെ ഒട്ടിപ്പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര സങ്കടമായി. കാരണം നമ്മൾ ഇത്രയും പൈസ മുടക്കി ഇത്ര എഫേർട്ട് ഇട്ട് ചെയ്യുമ്പം അതിങ്ങനെ ആവുമ്പോൾ എന്ന് ഓർത്തിട്ട് ഭയങ്കര സങ്കടമായി കുറച്ച് നേരത്തേക്ക്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ അതിൽ നിന്ന് ഓരോ പോർഷൻസ് കട്ട് ചെയ്തിട്ട് ഓരോ സൈഡിലായിട്ട് ഒട്ടിച്ചു. ബട്ട് ഇറ്റ്സ് നോട്ട് പെർഫെക്റ്റ്. പക്ഷേ ആ സാധനം ഞാൻ വേസ്റ്റ് ആക്കിയില്ല. പിന്നെ ലാസ്റ്റ് ഇതല്ലാതെ ടോട്ടൽ 12 എണ്ണം ഞാൻ ഓർഡർ ചെയ്തത്. പക്ഷേ ഞാൻ 11 എണ്ണം യൂസ് ചെയ്തിട്ടുള്ളൂ. 12ാമത്തെ ഞാൻ എടുത്ത് മാറ്റി വെച്ചു. ബാക്കിയുള്ളതും കൊണ്ട് എല്ലാം ഫിനിഷാക്കി. ഏറ്റവും കൂടുതൽ ടെൻഷൻ ഉണ്ടായിരുന്നത് നമ്മൾ പൈസ കൊടുത്ത് മേടിച്ച സാധനം വേസ്റ്റ് ആയി പോകുന്നുള്ളതാണ്. അത്യാവശ്യം വലിയ കുഴപ്പമില്ലാതെ അങ്ങോട്ടേക്ക് സൂക്ഷിച്ചു നോക്കണ്ട. കാരണം ഞാൻ അങ്ങോട്ടേക്ക് ഒട്ടിക്കണം എന്ന് വിചാരിച്ചതല്ല, പകുതി വരെ മതി വിചാരിച്ചു. അപ്പൊ അത്രയും റിയൽ വൈസ് റിയാലിറ്റി. ഇതാണ് റിയാലിറ്റി. കയ്യിലൊക്കെ പശ ഒട്ടിപ്പിടിച്ചിട്ട് അവിടെ ഒരു സ്റ്റൂള് വെച്ചിട്ടുണ്ടായിരുന്നു. ആ സ്റ്റൂളിന്റെ മണ്ടയ്ക്ക് അത് ഒട്ടിപ്പിടിച്ചിട്ട് അത് ഇളകി വരുന്നില്ല. നല്ല പശയുണ്ട് നല്ല പോലെ, പക്ഷെ ഒട്ടിക്കുമ്പോൾ ശ്രദ്ധിച്ചൊട്ടിച്ചില്ലാതെ ഇതുപോലൊക്കെ പണി വാളും. അങ്ങനെ ഇവിടം വരെ പണി കഴിഞ്ഞിരിക്കുവാണ് ഗൈസ്. ഒരുമാതിരിയൊക്കെ ഒട്ടിച്ചു. ആ വെട്ടിപ്പൊളിക്കാൻ നിന്നതാണ് അതിൻ്റെ ഉള്ളിലൊക്കെ നീണ്ടിരിക്കുന്നത്. എന്നെ കൊണ്ട് പറ്റുന്ന പോലെ എന്തെങ്കിലും ചെയ്യണമല്ലോ. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ആ ഹോള് നമുക്ക് ഈ ഒരു ഫാബ്രിക് പെയിന്റ് കൊണ്ട് ഹൈഡ് ചെയ്യാം. അപ്പോഴത്തേക്കും മീഷോയിലൊക്കെ ഓർഡർ ചെയ്ത്, ഇത് ഞാൻ ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്തത്. പക്ഷെ ഇനി ഞാൻ മീഷോന്ന് ഓർഡർ ചെയ്യുള്ളൂ. അയ്യോ വയ്യ. അപ്പൊ ഈ പെയിന്റ് അടിച്ചിട്ട് വലിയൊരു ഫിനിഷിംഗ് ഒന്നും കിട്ടില്ല. പക്ഷെ ആ ഒരു ഡാർക്ക്നെസ് കുറച്ച് കുറയ്ക്കാം. പച്ച കണ്ണടിച്ചു പോകുന്നൊരു പച്ചയാണ്. ഇത്ര ഞാനിപ്പോൾ ഒട്ടിച്ചേക്കുന്നത്. ഇത് ലൈറ്റ് ഇടുമ്പോൾ അതിൻ്റെ അടിയിൽ വലിച്ചു പൊളിച്ചതിൻ്റെയൊക്കെ ചെറിയ പാട് കാണാം. പിന്നെ അത് ഇവിടെ ഞാൻ ഫാബ്രിക് പെയിന്റ് അടിച്ച് വെച്ചേക്കുക. അത്രയും നേരം അടിക്കാതിരിക്കാം. മേളിലൊക്കെ ഇനിയിപ്പം മേടിച്ചിട്ട് വേണം ബാക്കിയുള്ള ഒട്ടിക്കാൻ. കുറച്ച് വീഡിയോസ് നിങ്ങൾ എന്തായാലും കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ആ വീഡിയോ കഴിഞ്ഞിട്ട് അന്നോ പിറ്റേ ദിവസം കണ്ട് ഞാൻ മീഷോയിൽ അതേ സെയിം പ്രോഡക്റ്റ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ വാൾ സ്റ്റിക്കർ ഉപയോഗിച്ചില്ലേ, ഇത് അവിടെ ഗ്യാപ്പ് കണ്ടോ, അവിടെ ഒന്നും ഒട്ടിച്ചിട്ടില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു മീഷോയിൽ കൂടെ ഒന്ന് വാങ്ങിച്ച് നോക്കാമെന്ന് വിചാരിച്ചു. 265 സംതിങ് ആണ് റേറ്റ് വരുന്നത്. 4 സെറ്റിൻ്റെ ഉള്ളത്. 4 സെറ്റ് തികയുമെന്ന് എനിക്കറിയില്ല. ഇനി ഇവിടെ ഗ്യാപ്പ് കിടപ്പുണ്ട്. കഴിഞ്ഞ വീഡിയോയിൽ കണ്ടു കാണും. അപ്പോൾ ഇതൊരു 1 വീക്ക് കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുന്നത്. എനിക്ക് സംഭവം കിട്ടി. അപ്പം മീഷോയിൽ നമുക്ക് വന്നിട്ടുണ്ട്. അത് ക്വാളിറ്റി വൈസ് നോക്കുവാണെങ്കിൽ എനിക്ക് കുറച്ചും കൂടെ ഇഷ്ടപ്പെട്ടത് ആമസോണിൻ്റെ. ക്വാളിറ്റി വൈസ് നോക്കുവാണെങ്കിൽ ഇതിൻ്റെ പശ എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞില്ല. ഇതിങ്ങനെ പിടിച്ചൊക്കെ നോക്കുമ്പോൾ കണ്ടൊക്കെ നോക്കുമ്പോൾ ക്വാളിറ്റിയിലൊരു ഡിഫറൻസ്. മറ്റേത് പെർ പീസിന് 99 വരുന്നത്. ഇതിപ്പം 295 വരുമ്പോൾ എത്ര വരും പെർ പീസിന്? പെർ പീസിന് 66 വരും. 66.25 വരും. എന്നാലും റേറ്റ് കുറവാണ്. പക്ഷെ റേറ്റ് കുറയുന്നതിനനുസരിച്ച് ചിലപ്പോൾ മീഷോയിൽ ക്വാളിറ്റി പോകാമല്ലോ. എനിക്ക് തികയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അത്യാവശ്യം സ്പേസ് ഉണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഇത്രയും സ്പേസിൽ ഒട്ടിക്കണം. ഇവിടെ ഈ താഴെയും ഇവിടെ ഈ ഒരു പോർഷനിൽ ഒട്ടിക്കണം. തികയോന്നറിയില്ല. തികഞ്ഞില്ലെങ്കിൽ ഇനിയും മേടിക്കേണ്ടി വരും. അറിയില്ല. എനിക്ക് വീഡിയോ ബാക്ക്ഗ്രൗണ്ട് ഉള്ള സ്ഥലത്ത് മാത്രം മതിയെന്ന ഇതേ. ഈ ഒരു സൈഡ് ഞാനത് കർട്ടനാക്കി. അതിൻ്റെ മേളിൽ കണ്ടോ, മേളിൽ ഒരു ഇതുണ്ട്. അവിടെ ഒട്ടിക്കണോ വേണ്ടയോ എന്നുള്ളൊരു കൺഫ്യൂഷനിലാണ് ഞാൻ. പ്രാവശ്യം ഒട്ടിച്ച മണ്ടത്തരങ്ങളൊക്കെ നിങ്ങൾ കണ്ടതാണല്ലോ. അതുകൊണ്ട് ഈ പ്രാവശ്യം അതൊക്കെ ഒന്ന് മാറ്റി നിർത്തി ചെയ്യണം എന്നാണ്. ക്വാളിറ്റിക്ക് നല്ല വ്യത്യാസമുണ്ട്. ഇത് കണ്ടോ? കാണുമ്പോൾ വലിയ വിസിബിൾ ഇതില്ലെങ്കിലും ഇതിൻ്റെ പശ എങ്ങനെ ഉണ്ടെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ ഇവിടെ ബാക്കിൽ മറ്റേ ഫോയിൽ പോലത്തെ പേപ്പറാണ് വരുന്നത്. എനിക്ക് പശ അത്ര വിശ്വാസമില്ല. എനിക്കങ്ങനെയാണ് തോന്നുന്നത്. ആരും എന്നെ പോലെ മണ്ടത്തരങ്ങൾ ചെയ്യാതിരിക്കുക. രണ്ടും 2 കളറാണ്. എനിക്കറിഞ്ഞൂടെ ഇനി എന്ത് ചെയ്യുമെന്ന്.
പിന്നെ ഈ താഴെ കുറച്ചും കൂടെ ഫിനിഷിങ് വരേണ്ടതുണ്ടായിരുന്നു. മീൻസ് അവിടെ ഫുള്ള് ഇങ്ങനെ ഈർപ്പം കൂടുതലായിരുന്നു. പക്ഷെ പിന്നീട് ഞാൻ വിചാരിച്ചു ഈ മീഷോന്ന് വാങ്ങിച്ച വാൾ സ്റ്റിക്കർ കുറച്ചുകൂടെ ഇറക്കി താഴെ ഒട്ടിച്ചിട്ട് ആ ഒരു ഈർപ്പം വന്ന സൈഡ് ഫുള്ള് ഞാൻ കവർ ചെയ്തു. അപ്പൊ വിസിബിളി ആ ഒരു സാധനം നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ല, കാരണം അത് കട്ടിലിന്റെ സൈഡിന്റെ അടിയിലോട്ടുള്ളതായിരുന്നു. അപ്പൊ അത് കുറച്ചും കൂടെ നീറ്റ് ആക്കി. അപ്പോഴത്തേക്കും എനിക്ക് അറിയത്തില്ലായിരുന്നു ഇത് എന്തോരം ഒട്ടിക്കണം. ഞാൻ സത്യം പറഞ്ഞ് വിചാരിച്ചെന്ന് ഇതിന്റെ പകുതി ഒട്ടിച്ചിട്ട് പകുതി കർട്ടൻ ഇട്ടേക്കാന്നുള്ള ഒരു ഐഡിയ ആയിരുന്നു എന്റെ മനസ്സിലുണ്ടായിരുന്നത്. അപ്പൊ പിന്നീട് എന്തുകൊണ്ട് ഇത് ബാക്ക്ഗ്രൗണ്ട് ആക്കിക്കൂടാന്നുള്ളൊരു തോന്നൽ വന്നുകൊണ്ട് ഞാൻ ഒന്നും കൂടെ മീഷോയിൽ ചെക്ക് ചെയ്തപ്പോ മീഷോയിൽ ഓഫർ സെയിൽ നടക്കുമായിരുന്നു. അപ്പൊ അതിൽ 4 എണ്ണം മീഷോയിൽ 247 രൂപയുള്ളൂ. അപ്പൊ വില കുറവാണല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ അത് ഓർഡർ ചെയ്തിട്ട് വന്നപ്പോ ഞാൻ ഒട്ടിച്ച് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് രണ്ടും 2 കളറാണ്, 2 ടെക്സ്ചറാണ്. അത് നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ടിൽ കുറച്ചൊക്കെ വിസിബിൾ ആയിരിക്കും എന്ന് തോന്നുന്നു, കാരണം മേളിലും സൈഡിലും ആയിട്ട് ഡിഫറൻസ് നല്ലപോലെ ഉണ്ട്. പിന്നെ ഞാൻ 3ാമത് ഒരെണ്ണം കൂടെ വാങ്ങിച്ചു. ഈ 2ാമത്തെ പണി കിട്ടിയപ്പോൾ ഞാൻ വിചാരിച്ചു 3ാമത്തേത് കണ്ടിന്യൂറ്റി പോലെ ഫസ്റ്റത്തേതിന്റെ അതേ ലിങ്കിൽ നിന്ന് ഓർഡർ ചെയ്താൽ സെയിം പോലെ ഇരിക്കുമല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ ഫസ്റ്റത്തേത് പോയി നോക്കിയപ്പം ഗ്രേറ്റ് ഇന്ത്യൻ സെയിൽ നടക്കുന്നുണ്ട്. അപ്പം 89 രൂപയായി. അങ്ങനെ ഞാൻ അവിടെ നിന്ന് 4 എണ്ണം വാങ്ങിച്ചു. 4 എണ്ണം വാങ്ങിച്ച് സാധനം വന്ന് ഒട്ടിച്ച് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് അതും വേറെ കളർ, കുറച്ച് ഡിഫറെന്റ് ടെക്സ്ചർ, എക്സാക്ട് സെയിം അല്ല ഫസ്റ്റത്തേതുമായിട്ട്. അങ്ങനെ ഒരു മുട്ടം പണി എനിക്ക് കിട്ടിയത്. ഡീറ്റെയിൽ ആയിട്ടൊന്നും നിങ്ങൾ പുറകിലോട്ട് നോക്കണ്ട, കാരണം ഡീറ്റെയിൽ ആയിട്ട് പുറകിലോട്ട് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പണി പാളിയിരിക്കുന്ന പലതും മനസ്സിലാവും. കാരണം ചിലതൊക്കെ ചെരിഞ്ഞു പോയിട്ടുണ്ട്. ഇവിടെ ഈ ഒരു കട്ടിലുണ്ട്. അപ്പം ഈ കട്ടിലിന്റെ ബാക്കിലാണ് ഈ ഒരു ഭിത്തി വരുന്നത്. അപ്പൊ ഒരിക്കലും ഈ നേരെ നിന്നിട്ട് ഒട്ടിക്കുന്ന ഒരു പെർഫെക്ഷൻ കട്ടിൽ നിന്ന് ചെയ്താൽ കിട്ടൂല. ഞാൻ കട്ടിലിന്റെ മുകളിൽ സ്റ്റൂൾ ഇട്ടിട്ട് അതിന്റെ മുകളിൽ നിന്നിട്ടാണ് ഈ കംപ്ലീറ്റ് സാധനം ഒട്ടിച്ചത്. അപ്പം അതിന്റേതായിട്ടുള്ള ഇംപെർഫെക്ഷൻ ഇത് എല്ലാത്തിനും ഉണ്ട്. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ തമ്മിൽ ഭേദം നോക്കുമ്പോൾ പണ്ടത്തെക്കാളും ബെറ്റർ ആണ്. ഒരു പോസിറ്റീവ് ഫീൽ എനിക്കിത് കാണുമ്പോൾ തോന്നുന്നുണ്ട്. പിന്നെ കുറച്ചും കൂടെ വീഡിയോ എടുക്കുമ്പോഴും ഒരു രസമുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. മറ്റേത് വീഡിയോ എടുക്കുമ്പോൾ ബാക്ക്ഗ്രൗണ്ട് വൻ ശോകമായിരുന്നു. അതായിരുന്നു എനിക്ക് പറയാനുള്ളത്. അപ്പം 3 എണ്ണം 3 സെറ്റായിട്ട് വാങ്ങിച്ച് ഇത് ഓരോ ആഴ്ചയുടെ എഫേർട്ടാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. ഓരോ ആഴ്ചയായിട്ടാണ് ഞാൻ ഈ ഓരോന്ന് ഒട്ടിച്ചൊട്ടിച്ച് ഇത്രയൊക്കെ ആക്കി. ഇപ്പൊ ടോട്ടൽ എനിക്ക് ആയെന്ന് പറഞ്ഞാൽ 1004 രൂപ. 99 രൂപയാണ് ഈ സാധനത്തിന് ആമസോണിൽ എപ്പോഴും കിടക്കാറ്. ഞാൻ കുറെ പ്രാവശ്യം ചെക്ക് ചെയ്ത് നോക്കിയപ്പോ എനിക്ക് അങ്ങനെ ഇടാം. അപ്പൊ ഞാൻ വിചാരിച്ചു 12 എണ്ണം ഓർഡർ ചെയ്താൽ മതിയായിരുന്നു, ഒറ്റയടിക്ക് ഓർഡർ ചെയ്താൽ മതിയായിരുന്നു. അപ്പൊ സെയിം ടെക്സ്ചറും കാര്യമൊക്കെ കിട്ടുമല്ലോ, സെയിം സാധനം കിട്ടുമല്ലോ. സെയിം സാധനം ഓർഡർ ചെയ്തിരുന്നാലും 1089 രൂപ, അത്ര ഡിഫറൻസേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ മാക്സിമം സൈസ് ഒക്കെ നോക്കിയിട്ട് അങ്ങനെ മേടിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതാവുമ്പോ നിങ്ങൾക്ക് ഇങ്ങനെ സൈസ് ഡിഫറൻസസ് ഒന്നും ഉണ്ടാവത്തില്ല. സംഭവം അടിപൊളിയാണ്. ഇനി നിങ്ങൾക്ക് ഡൗട്ട് വരുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആമസോണിന്റെ ഇതിന്റെ പശ കുറച്ചും കൂടെ കട്ടിയുള്ള പശ. അതുകൊണ്ട് തന്നെ സൂക്ഷിച്ച് ഉപയോഗിച്ചില്ലെങ്കിൽ മേത്തും അവിടെ എവിടെയൊക്കെ ഒട്ടിപ്പിടിക്കും. നല്ല പശ, അത് ഇളക്കി കളയാനായിട്ട് ഭയങ്കര പാടാ, സ്കിന്നിനൊക്കെ പെട്ടെന്നാവും. മീഷോയുടെ ഇതിന്റെ പക്ഷേ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പാരിറ്റീവ്ലി കുറച്ച് കുറവാണ്. എനിക്ക് തോന്നുന്നു ആമസോണിൽ നിന്ന് വാങ്ങിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. കാരണം ആമസോണിന്റെ കുറച്ചുകൂടെ ക്വാളിറ്റി ഉണ്ട്. മീഷോയുടെ എനിക്ക് അത്രയും ക്വാളിറ്റി തോന്നിയിട്ടില്ല. മീഷോയുടെ ഒരു മഞ്ഞ കളർ കയറി വരുന്നുണ്ട്. പിന്നെ കുറച്ചും കൂടെ ഷൈനി പോലെ ഇരിക്കുന്നത്, ആ ഒരു ടെക്സ്ചർ കുറച്ച് ഷൈനിങ് പോലെ. അപ്പൊ അതിനേക്കാളും ബെറ്റർ ഓപ്ഷൻ ആമസോൺ ആണ്. അപ്പൊ നിങ്ങൾ ആരെങ്കിലും ഒക്കെ ചെയ്യാൻ നിൽക്കുന്നുണ്ടെങ്കിൽ ഇതിന്റെ പിങ്ക് പിന്നെ അങ്ങനെ കുറെ കളേഴ്സ് ഒക്കെ ഉണ്ട്. നിങ്ങൾക്ക് ഏതാണോ സ്യൂട്ട് ആവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ചെയ്യാൻ പറ്റും. ഇത്തിരി ഭയങ്കര എഫേർട്ട് ഇട്ട് ചെയ്തിരിക്കുന്ന വീഡിയോ ആണ്. സോ വീഡിയോ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നു പ്രതീക്ഷിക്കുന്നു. അത്ര എഫേർട്ട് ഇട്ട് ചെയ്തേക്കുന്ന വീഡിയോ അത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. ഇതിന്റെ അകത്ത് ഞാനും ആ ഒരു വാൾപേപ്പർ തമ്മിൽ പിടിവലി നടക്കുന്നത് വരെ ഉണ്ട്. കാരണം ഒട്ടിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഇത് ബാക്കിൽ ഒട്ടിപ്പോന്നു, മേത്തൊട്ടിപ്പോന്നു, പിന്നെ അവിടെ നിന്ന് പറിച്ചെടുക്കുന്നു, അങ്ങനെ ഭയങ്കര സംഭവങ്ങളൊക്കെ ഉണ്ട് ഇതിന്റെ അകത്ത്. സോ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. പോലെ തന്നെ ഒരു മിഡിൽ ക്ലാസ് ഫാമിലി നമ്മൾ അറിയാമല്ലോ, നമ്മൾ ഇതുപോലത്തെ ഒരു സൗകര്യമില്ലായ്മയിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് വരുന്ന ആൾക്കാർക്ക് മനസ്സിലാവും. ക്രിയേറ്റേഴ്സിൽ ഒത്തിരി പേരുണ്ടാവും സൗകര്യം ഇല്ലാത്തതുകൊണ്ടും അതിന് ഈ എഫേർട്ട് ഇടാനുള്ള പൈസ ഇല്ലാത്തതുകൊണ്ടും ഒക്കെ പിന്നോട്ട് മാറി നിൽക്കുന്നവർ. അവരൊക്കെ എന്തായാലും ഉള്ളത് വെച്ച് ചെയ്യുക. ഞാനിപ്പം ഒരു 1 ഇയർ ഒക്കെ കഴിഞ്ഞു. ഇത് എന്റെ സ്വന്തം പൈസയും കൊണ്ട് വാങ്ങിച്ചാണ്. എനിക്ക് മോണിറ്റൈസേഷൻ ഒന്നും ഓണായിട്ടൊന്നുമില്ല. പക്ഷെ എന്റെ ഒരു ആഗ്രഹമാണ് ഞാൻ ചെയ്യുന്നത് കുറച്ചെങ്കിലും നീറ്റായിട്ട് ചെയ്യണം എന്നുള്ളത്. പിന്നെ ഒരു കാര്യം കാണിച്ചു തരാം. ഇത് കർട്ടനാണ്. നമ്മൾ മീറ്ററിന് 30 രൂപ നീത്തി മേടിച്ചു ബ്രോഡ്വേയിൽ അവിടെ രാധാകൃഷ്ണ, അവിടുന്ന് മീറ്ററിന് 30 രൂപയ്ക്ക് വാങ്ങിച്ച ക്ലോത്ത് ആണ്. ഓഫ് വൈറ്റ് സിൽക്ക് പോലത്തെ ക്ലോത്ത് ഇല്ല, സാറ്റൻ ക്ലോത്ത്. അത് ഞാൻ തയ്ക്കാൻ അറിയാൻ പാടില്ലാത്ത ഞാൻ അത് 2 പീസാക്കി അവിടെ കട്ട് ചെയ്ത് ഞാൻ ജസ്റ്റ് സ്റ്റിച്ച് ചെയ്തിട്ട് എനിക്ക് വേറെ ഒരു ഐഡിയയും കിട്ടിയില്ല. അപ്പൊ ഞാൻ മേടിച്ചൊരു വൈറ്റ് പ്ലാസ്റ്റിക്കിന്റെ അഴയൊക്കെ കിട്ടുന്നുണ്ടല്ലോ, ആ സംഭവം, ആ കയറ് പോലത്തെ സാധനം മേടിച്ചിട്ട് ഞാൻ കെട്ടി. അങ്ങനെയാണ് ഇതിട്ടേക്കുന്നത്. നമ്മൾ ജസ്റ്റ് ഇത്രയല്ലേ കാണുള്ളൂ. അപ്പൊ ആ ഒരു സെറ്റപ്പിലാണ് ഞാൻ ചെയ്ത് വെച്ചേക്കുന്നത്. സോ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണുന്നവരെ ടാറ്റാ.